സന്നദ്ധ സംഘടനയായ HRDSനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ ജീവനക്കാരൻ രംഗത്ത്. സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണനെതിരായ പോക്സോ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായും സംഘടനയുടെ മറവിൽ വ്യാപക തട്ടിപ്പ് നടക്കുന്നുവെന്നുമാണ് വെളിപ്പെടുത്തൽ. അജി കൃഷ്ണനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ നാളെ കോടതിയെ സമീപിക്കും. HRDSിൽ വരുന്ന ഏത് ഫണ്ട് HRDSിൽ വന്നാലും അതിന്റെ 10% സാറ് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു റെസൊല്യൂഷൻ ഉണ്ടാക്കി സാറിന് അയച്ചു കൊടുത്തു. അപ്പോൾ സാറ് പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു സജി അത് അജിയെ വിളിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം, ഒരു കാരണവശാലും ഞാനങ്ങനെ ചോദിച്ചിട്ടില്ല, പിന്നെ എനിക്കെതിരെ എന്തിനാണ്, അപ്പോൾ എനിക്കെതിരെ എന്തെങ്കിലും ഭാവിയിൽ ഉപയോഗിക്കാനായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നവർ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ തമ്മിൽ തെറ്റിയപ്പോൾ ഞാൻ അജീഷിനെ വിളിച്ച് പറഞ്ഞു, അജീഷ് ഇത് സാറിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പോകണം മുന്നോട്ട്, വേണ്ട ഫൈറ്റ് ചെയ്തോളാം എന്നുള്ള നിലപാടെടുത്ത്. ഫൈറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? HRDSന് സാരമായ പരിക്ക് പറ്റി. ഫൈറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പരാതി ഇത്രക്ക് കൊടുത്തപ്പം ആ പരാതികളുടെ ഇതിലൊക്കെയാണ് അജീഷിനെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടിയൊക്കെ വരുന്ന സാഹചര്യങ്ങളൊക്കെ കേരളത്തിലുണ്ടായത്. HRDS എന്ന സന്നദ്ധ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണനെതിരെ പോക്സോ കേസ് നൽകിയ പരാതിക്കാരൻ ഗുരുതരമായ ആരോപണങ്ങളാണ് സംഘടനയ്ക്കെതിരെ ഉന്നയിക്കുന്നത്. തന്റെ 11-കാരിയായ മകൾക്ക് നേരെ നടന്ന ലൈംഗികാതിക്രമ കേസിൽ അജി കൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് പോലീസിനെ തടയാൻ വൻതോതിൽ പണമൊഴുക്കുന്നുവെന്നാണ് പരാതിക്കാരന്റെ ആരോപണം. സംഘടനയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ ഉപയോഗിച്ച് മുൻ കേന്ദ്രമന്ത്രി S കൃഷ്ണകുമാറിനെതിരെ വ്യാജ പരാതി നൽകി അദ്ദേഹത്തെ കുടുക്കാൻ അജി കൃഷ്ണൻ ഗൂഢാലോചന നടത്തിയെന്നും പരാതിക്കാരൻ വെളിപ്പെടുത്തുന്നു. BJP, RSS, പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്നിവയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്ത് കോൺട്രാക്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ച് വൻ തുക തട്ടിയെടുക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ഇത്രയേറെ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയ്ക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള FCRA ലൈസൻസ് പോലുമില്ലെന്നും പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു. HRDSിന്റെ കാര്യങ്ങളിൽ ഒരു നിഗൂഢതയുമില്ല. HRDSിന്റെ പിന്നിൽ ആരുമില്ല. സംഘപരിവാർ സംഘടനയാണെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ടെന്നും പ്രധാനമന്ത്രി സഹായിക്കുന്നുണ്ടെന്നും അമിത്ഷാജിയുടെ ഓഫീസ് സഹായിക്കുന്നുണ്ടെന്നും വ്യാജമായി പറയുന്നതല്ലാതെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. ഇതുവരെ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഇതുവരെ ഒരു തവണയെങ്കിലും അജി കൃഷ്ണൻ പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയാമല്ലോ. തനിക്കും കുടുംബത്തിനു നേരെ ഭീഷണികളുണ്ടെന്നും പരാതിക്കാരൻ പറയുന്നു. അജി കൃഷ്ണനെതിരായ നിയമ നടപടികൾ ശക്തമാക്കാനാണ് പരാതിക്കാരന്റെ തീരുമാനം. ന്യൂസ് മലയാളം, ഡൽഹി.